ഹലോ ഗൈസ്, റോബ്ലോക്സിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന പറഞ്ഞാൽ ഒരു പുതിയ റോബ്ലോക്സിന്റെ ഒരു മോഡായ 99 നൈറ്റ്സ് ഇൻ ദ ഫോറസ്റ്റ് കളിക്കാനാണ് ഗൈസ്. എന്തായാലും ഈ ഒരു ഗെയിം ബേസിക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫോറസ്റ്റിൽ പോയിട്ട് അവിടെ 3-4 കൊച്ചുങ്ങളുണ്ട് ഗൈസ്. അവരാണെങ്കിൽ ഇവിടെയുള്ള കുറേ ക്രീച്ചറുണ്ട്. അവരാണെങ്കിൽ അവർ തട്ടിക്കൊണ്ടുവന്നു നമ്മൾ അവരെ പോയി റെസ്ക്യൂ കൊണ്ടുവരണം. അതാണെന്ന് തോന്നുന്നു നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ കളിച്ചിപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ക്യാമ്പുണ്ട്. ഈ ഒരു ക്യാമ്പിൻ്റെ വെളിയിൽ നമ്മൾ നൈറ്റ് ഇറങ്ങിയ ഒരു ക്രീച്ചറുണ്ട് ഗൈസ്. ഒരു ഡിയർ ആണെങ്കിൽ ഒരു വലിയ ക്രീച്ചറാണ്. അത് നമ്മളെ പിടിക്കാൻ പറ്റും ഗൈസ്. സോ അതാണ് നമ്മൾ നൈറ്റ് നമ്മൾ ഈ ക്യാമ്പ് വിട്ട് എവിടെയും പോകല്ലേ. രാവിലെ അതിന് വേണ്ടിയുള്ള സെറ്റപ്പ് നമ്മളെല്ലാം ചെയ്യണം. അങ്ങനെയാണ്ടാണെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് എന്തെങ്കിലും കളിച്ച് തുടങ്ങാം. ഇവിടെ കുറേ മരമുണ്ട്. നമുക്ക് മരം വെട്ടിയാൽ മാത്രം നമ്മുടെ തീ കെടാൻ പാടില്ല ഗൈസ്. അവിടെ തീ കെട്ടിയതിനാൽ ആ ക്രീച്ചർ വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ആ തീ കെടാതെ ഈ വുഡ് എപ്പോഴും ചോപ്പ് ചെയ്ത് അത് വെച്ചുകൊണ്ടിരിക്കണം ഗൈസ്. പിന്നെ ഫുഡും ഇതിനകത്ത് മെയിനായിട്ടുള്ളൊരു സംഭവമാണ് ഗൈസ്. ഓക്കെ, നമുക്ക് ഗൈസ് എന്തായാലും നിങ്ങൾ വീഡിയോ എന്തായാലും ലൈക്ക് അടിക്കാൻ മറക്കല്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇവിടെ കുറേ മരമുണ്ട്. പിന്നെ ഗൈസ് ഈ ഫുഡ് എന്താ പന്നിയല്ല, റാബിറ്റ് കണ്ടാ തോന്നുന്നു. ഇതാ ഓടുന്നു. ഓക്കെ, അവനെ ഓക്കെ ഇതിനുണ്ട്. ഓക്കെ, എന്തായാലും ഈ അടിച്ച് കുക്ക് ഫുഡ് ബിഫോർ ഈറ്റിംഗ്. ഓക്കെ, തിന്നുന്നതിന് ഫുഡ് കുക്ക് ചെയ്യാനാണ് അവർ പറഞ്ഞേക്കുന്നത്. അറിയാതെ എടുത്ത് തിന്നു. ഇത് സാപ്ലിംഗ് ഉണ്ട്, അതിനെ അവിടെ നട്ട് വെച്ചു. ഓക്കെ, നമ്മുടെ ബേസ് ഇപ്പം അപ്ഗ്രേഡ് ആയി തുടങ്ങി. നമ്മുടെ സ്ഥലവും കൂടി തുടങ്ങി. എനിക്ക് ഇതിനെപ്പറ്റി കുറച്ചൊക്കെ അറിയാം. ഇവിടെ ക്യാരറ്റ് നമ്മുടെ ഒരു ചാക്കിലോട്ടാക്കാം ഗൈസ്, കൊച്ചു ചാക്ക്. ഇവിടെ നമ്മുടെ റാബിറ്റ് ഉണ്ട്. ഇവിടെ എനിക്ക് തോന്നുന്നു ഫിഷിംഗ് റോഡുള്ള സ്ഥലമെന്ന് തോന്നുന്നു. ഓക്കെ, ആണ് ഇവിടെ ഫിഷിംഗ് റോഡ് ഉണ്ട്. ഓക്കെ, നമ്മൾ ഫിഷിംഗ് റോഡ് എടുത്തിട്ടുണ്ട്. എടുത്തില്ല എൻ്റെ കൈ ഫിഷിംഗ് റോഡ് വന്നില്ല. എന്താ ഈ നിൽക്കുക ഈ ഓക്കെ, നമ്മുടെ കയ്യിലോട്ട് വന്നിട്ടുണ്ട് ഗൈസ്. ബിൽഡ് എ മാപ്പ്. ആരോ ഒരു മാപ്പ് ഉണ്ട് ഗൈസ്. നമ്മുടെ എടുത്തിന് മാപ്പ് വരുമോ ഗൈസ്? ഗൈസ് ഇത്ര സ്ഥലമാണ് അൺലോക്ക് ആയിട്ടുള്ളത്. അത്ര അതിൻ്റെ ഒരു മാപ്പ് നമുക്ക് വന്നിട്ടുണ്ട്. ഏതൊരു പ്ലെയർ എടുത്തതിന് അപ്പം രണ്ടുമായിട്ടുള്ള പ്ലേസിൻ്റെ കൂടെയാണ് എടുക്കുന്നത്. നൈറ്റ് ഈസ് അപ്രോച്ചിങ്. ഓക്കെ, നമ്മളെ നൈറ്റ് ഇതാ വരുന്നു. നമ്മൾ ഓടി നമ്മളെ ബേസിൽ കയറി. ഓക്കെ, എൻ്റെ ഉള്ളവന്മാരൊന്നും കാണുന്നില്ല. അമ്മമാരൊക്കെ ഏത് വഴിക്ക് പോകുന്ന അറിഞ്ഞു ഗൈസ്. വെട്ടി കളിക്കുമ്പോൾ നല്ല പേടിയാവും ഗൈസ്. ഇതുകൊണ്ടും പറയാം, നല്ല പേടിയാവും. ഓക്കെ, ഒരുത്തും ചാടി അവിടെ നിന്ന് വരുന്നുണ്ട് ഗൈസ്. ഫസ്റ്റ് നൈറ്റ് വലിയ സീനിലെന്നാ തോന്നുന്നത്. എനിക്ക് അറിഞ്ഞൂടാ സീൻ വല്ലതും ഉണ്ടോ എന്ന്. നമ്മുടെ ഫുഡ് അത്യാവശ്യം ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് വലിയൊരു സീൻ നമുക്കിപ്പോൾ വരത്തില്ല. ഓക്കെ, ഇനി നമ്മൾ ആ പിള്ളേരെ പോയി കണ്ടുപിടിക്കണം ഗൈസ്. ഇവിടെ മിസ്സിങ് ആയ കുറേ പേരുണ്ട്. അവരെ കണ്ടുപിടിച്ചോണ്ട് പോകണം. ഓക്കെ, നമ്മളെ ക്യാരറ്റ് ഉണ്ട്. ഈ ഫുഡ് തിന്ന് കയറ്റിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ എനർജി ഇപ്പം അത്യാവശ്യം ഫുള്ളാണ്. ഓക്കെ, ഗൈസ് അവനൊക്കെ ടോർച്ച് കിട്ടി ഗൈസ്. ഈ ടോർച്ച് എവിടെയാണെന്ന് അറിയാം ഗൈസ്. ഏതൊരു പൊക്കത്തിലുള്ള ഒരു ബിൽഡിങ്ങിലാണ് നമ്മൾ ടോർച്ച് ഉള്ളത്. അതും വേണം ഗൈസ്. നമ്മൾ ലൈറ്റ് കണ്ട ആ മോൺസ്റ്റർ നമ്മളെ പിടിക്കാൻ പറ്റത്തില്ല ഗൈസ്. ഇതുവരെ മോൺസ്റ്റർ വന്നില്ല ഗൈസ്. എന്തൊക്കെയോ സൗണ്ടൊക്കെ കേൾക്കുന്നു. ഇപ്പോൾ വരുമോയെന്ന് പറഞ്ഞൂടാ. ഫസ്റ്റ് ഡേ വരത്തില്ലെന്നാണ് എൻ്റെ അറിവുള്ളത്. ഇപ്പോഴങ്ങനെ വന്നാൽ മൂഞ്ചി, അല്ലാതെ വേറൊന്നുമില്ല ഗൈസ്. ഓക്കെ, എൻ്റെ കൂടെ ഇപ്പോൾ ഒരാൾ മാത്രമേ ഉള്ളൂ. 2 പേരേ ഉള്ളെന്ന് തോന്നുന്നു. വേറെ ആരും കാണുന്നില്ല. ഞാൻ അങ്ങോട്ട് പോയി ഈ ക്യാരറ്റിൽ നിന്ന് എടുത്ത് നിന്നിട്ട് ഇതാ പോകും. എനിക്ക് പേടിയാണ് ഗൈസ്. ഞാൻ എൻ്റെ ബേസിൽ പോകുന്നു. ഞാൻ മുന്നേ കണക്കൊന്നുമില്ല ഗൈസ്. ഇവരെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ ഇമാര് എന്താ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള പ്ലേസാന്ന് തോന്നുന്നു കളിയൊക്കെ കണ്ടിട്ട്. ഓക്കെ, പിന്നെ എന്തൊക്കെയോ വുഡ് കൊണ്ടിടുന്നുണ്ട്. ലെവല് തീ കൂട്ടുന്നുണ്ട് ഗൈസ്. ഇപ്പോഴും നൈറ്റ് ആകുന്നുണ്ട്. ഒരു മരമൊന്നും ഇല്ല ഗൈസ്. ഇവിടുത്തെ ക്യാരറ്റ് എടുത്തിട്ട് ഞാൻ തിരിച്ചു പോകുന്നു. ഓക്കെ, എനിക്ക് പേടിയിൽ കളിക്കുന്നു. ഫസ്റ്റ് ഡേ എന്നെ പിടിക്കത്തില്ലെന്നല്ല എന്തോ സൗണ്ട് കേൾക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഡേ നമ്മളെ പിടിക്കത്തില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പുറത്തിറങ്ങണത്. ഒരു മരവും ഉണ്ടെങ്കിൽ അടുത്ത് മരമൊന്നുമില്ല ഗൈസ്. അങ്ങ് ദൂരെയും വേണ്ട. ഞങ്ങൾ പോയി വെട്ടാൻ എനിക്ക് പേടിയാവുന്നു. ഇവിടെ ഒന്നും മരമില്ല. ഓക്കെ, എന്തായാലും ഇപ്പം മോർണിംഗ് രാവിലെ ആവുമെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മൾ രാവിലെ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഇല്ല ഗൈസ്. ഫുഡാണ് ഗൈസ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഇതാ ഓടിപ്പോകുന്നു. ഓക്കെ, അടിച്ചിട്ടിട്ടുണ്ട്. എന്തൊക്കെയോ സാധനം കിട്ടുന്നുണ്ട്. ഓക്കെ, അത് ഡയറക്റ്റ് എടുത്ത് കഴിക്കില്ലേ ഗൈസ്. ഞാൻ പിന്നെ എടുത്ത് കഴിക്കുന്നത്. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമ്മളവിടെ പോയി കുക്ക് ചെയ്ത് കഴിക്കണം എന്ന് തോന്നുന്നു. ഇപ്പം നമ്മൾ ഡേ 2 വരെ സർവൈവ് ചെയ്തു ഗൈസ്. ഓക്കെ, ഞാൻ പറഞ്ഞ ഈ ഒരു ബിൽഡിങ്ങിൻ്റെ കാര്യമാണ്. ഇതിൻ്റെ മണ്ടേ നമ്മളെ ടോർച്ച് ഉണ്ട്. ഓക്കെ, ആ ടോർച്ച് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നല്ല യൂസാണ്. നൈറ്റ് നമുക്ക് നൈസിനൊക്കെ ഇറങ്ങി നടക്കാം. ഓക്കെ,
നമ്മൾ നൈസിന് വണ്ടേ കയറുന്നു. ഓക്കെ, ഇവിടെ ടോർച്ചുണ്ട്, ഗോൾഡ് ഫ്ലാഷ് ലൈറ്റ്. ഈ അടിച്ച നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മളെ ടോർച്ച് നമുക്ക് കിട്ടി. ഇനി എപ്പോഴാ നൈറ്റ് ആവുന്നത് എനിക്കൊരു പിടുത്തമില്ല. പിന്നെ ഇവിടെ നമുക്കൊന്ന് മീൻ പിടിച്ചല്ലേ. ഇവിടെ നമ്മൾ നേരത്തെ പോകുന്ന സ്ഥലം തന്നെ. ആരോ ഡെഡായിരുന്നു. ആരോ ഡയഡായി, എനിക്കറിഞ്ഞൂടാ. അവിടെ റിവൈവ് എന്നാണ്ട് എന്തോ കാണിക്കുന്നുണ്ട്, എനിക്കറിഞ്ഞൂടാ. എന്തോ ഒരു സാധനം കൊടുത്ത മറ്റേ ബണ്ണി ഫുഡ് അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തോ കിട്ടുമെന്ന്. ട്രേഡർ ആണെന്ന് ഞാൻ അറിയാതെ ഫുഡ് ബുക്ക് ചെയ്തങ്ങ് തിന്നു. ഇതായതൊക്കെ ഇവിടെ പോന്ന് സിമ്മാര് ഭയങ്കര ഓട്ടമാണ് കേട്ടോ. നമ്മളെ പുറകെ പോയി ഞാൻ നിക്കണം. ബണ്ണി ഫുഡ് കടാ, ബണ്ണി ഫുഡ് കടാ. ഓക്കെ, നമുക്ക് കിട്ടി. ഇതാണ് വണ്ടി ഫുഡ്. ഓക്കെ, വണ്ടി ഫുഡ് കിട്ടി. ഓക്കെ, സെറ്റ്. ഇനി നമ്മൾ സ്റ്റോറാക്കി വെച്ചാ ഓക്കെ. ഇനി മീറ്റോടെ കിടക്കട്ടെ. നമുക്ക് ഇപ്പം വേണ്ടത് നമ്മുടെ വണ്ടി ഫുഡാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. വണ്ടി ഫുഡ് എങ്ങനെയാണ് വണ്ടി ഫുഡ് എങ്ങനെ എടുക്കുന്നത്? എഫ് അടിച്ചാൽ മതിയോ? ഓക്കെ, എഫ് അടിച്ചിട്ടുണ്ട്. ഓൾഡ് ഫ്ലാഷ് ലൈറ്റ്, ഗുഡ് സാക്ക്, ഗുഡ് ആക്സ്. ഞാൻ ഗുഡ് സാക്ക് എടുക്കാൻ പോകുന്ന. ആക്സ് ഇപ്പം വേണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഗുഡ് സാക്ക് എടുത്തു, കാരണം കുറച്ചുകൂടെ സ്റ്റോറേജ് കിട്ടുന്നു. നോക്കട്ടെ. ഓക്കെ, 15 സ്റ്റോറേജ് നമുക്കിപ്പോ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ലെറ്റ്സ് ഗോ ഗൈസ്. ഇപ്പൊ 2 പേരുള്ള ഗൈസ്. വേറൊരുത്തും തട്ടിപ്പോയി. അയ്യോ ഗൈസ്, എനിക്കറിഞ്ഞൂടാ. ഓക്കെ, ഗുഡ് സാക്ക് കിട്ടിയ നല്ല കാര്യമാണ്. വൂൾഫ് പെൽറ്റിന് നമ്മളൊന്ന് വൂൾഫിനെ കൊല്ലണം ഗൈസ്. ഇപ്പൊ വൂൾഫിനെ കൊല്ലിച്ച് ടഫാന്ന് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഗുഡ് ആക്സ് ഒക്കെ കിട്ടിയിട്ട് നമുക്ക് വൂൾഫിനെ കൊല്ലാൻ തോന്നുന്നു. അതായിരിക്കും കുറച്ച് ഒന്ന് സേഫ് ആയിട്ട് നമുക്ക് കൊല്ലാൻ പറ്റുന്ന. നമ്മൾ ഫിഷ് ചെയ്യുന്നുണ്ട്, എല്ലാം കിട്ടൂ. ഓക്കെ, എനിക്കറിയടാ. മീന് ഒരെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. പിന്നെ നൈറ്റ് ആവുന്നു. ഓക്കെ, അവിടെ നിൽക്കാന്ന് മതി തോന്നുന്നു. അയ്യോ സിനിമ രേഖയിൽ പോകും. ഓക്കെ, പിന്നെ പോയി. ഓക്കെ, ഞാൻ മീൻ പിടിച്ച്. ഓക്കെ, ഞാൻ അങ്ങനെ ഒരു മീനെ പിടിച്ചേ. അയ്യോ, നൈറ്റായി. തോർച്ച് വെട്ടമില്ല. ഓക്കെ, ഞാൻ എത്തിയിട്ടുണ്ട്. പിന്നെ ആരോ ഡയഡായി. കുഴപ്പമില്ല, ഡയഡായില്ലേ? എന്തോ കാണിക്കുന്നുണ്ട്. സമ്മർ ഡീപ്പ് ഇൻ ദ ഫോറസ്റ്റ്. ഏതൊരു കുറുക്കിനെ വിളിച്ചോണ്ട് പോന്ന്. എനിക്കറിഞ്ഞൂടാ. ഇതാണ് ഞാൻ പറഞ്ഞ മോൺസ്റ്റർ. ഓക്കെ, അയ്യോ, ഒരുത്തൻ ചത്തിട്ടുണ്ട്. പിന്നെ ഒരുത്തനോട് ചത്ത്. ഇവന്മാരെല്ലാം എന്തോടെ കളിക്കുന്നത്? അമ്മാര് എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ ഗൈസ്. അമ്മാര് പ്ലേയേഴ്സ് അല്ല, ഞാനാണ് പ്ലെയർ, റിയൽ പ്ലെയർ ഗൈസ്. അപ്പൊ അങ്ങ് പണമെല്ലാം കണ്ടാണ് ഞാൻ ഇപ്പൊ എങ്ങനെ പോവാനാ? ഓക്കെ, അവൻ ഹെൽപ്പ് എന്നൊക്കെ ഇടുന്നുണ്ട്. അവന് ബാൻഡ് ഉണ്ട്, അങ്ങോട്ട് പോകാൻ ഹെൽപ്പ് ചെയ്യാന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ ഹലോ അടിച്ചിട്ടുണ്ട് ഗൈസ്. എനിക്കറിഞ്ഞൂടാ. എന്തായാലും അടുത്ത രാവിലെ ആവട്ടെ. ഇപ്പൊ എന്തെങ്കിലും വന്ന് ഞാൻ തീർന്നു. ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ. ഡേ 2 ആയപ്പോ തന്നെ എല്ലാരും തീർന്നു. എനിക്ക് അയ്യോ ഗൈസ്, ഇത് ഭയങ്കര ടഫാണ്. ഇമാര് ചത്തുപോയി പിന്നെ എനിക്ക് പേടിയാകും. എനിക്ക് നല്ല ഗുഡ് ആക്സ് ഒന്നുമില്ല. ഗൈസ്. അവന് ബാൻഡേജ് ഉണ്ട്, അങ്ങോട്ട് പോവാ. മാപ്പിൽ നോക്കി വരാൻ പറയുന്നുണ്ട്. എന്തായാലും ഓക്കെ, അവൻ എവിടാന്നാ ഞാൻ ചോദിച്ചേക്കുന്നത്. വേറെ ഏറുന്നത് W വന്നില്ല. ഓക്കെ, നമുക്ക് കുറച്ചേരം വെയിറ്റ് ചെയ്യാം. രാവിലെ ആവുമ്പോൾ നമുക്കിവിടെ പോവാക്കത്തില്ല ഗൈസ്. ഇപ്പൊ ഇനി ഡേറ്റ് പോകാൻ സാധനം വന്ന് നമ്മൾ പിടിക്കുന്നു വന്നു. എന്തായാലും ഇവിടെ രാവിലെ ആവട്ടെ. അതുവരെ നമ്മളിവിടെ നൈസായിട്ട് വെയിറ്റ് ചെയ്തിരിക്കാം. ആ മണ്ടരായി പോയി ചാവുകയും ചെയ്ത്. എനിക്കറിഞ്ഞൂടാ ഗൈസ്. ഓക്കെ, നമ്മൾ രാവിലെ ആയിട്ട് നമ്മൾ എന്തായാലും ഷിഫ്റ്റ് അടിച്ച് വിട്ടോട്ട് പോവുകയാണ് ഗൈസ്. നേരെ പോകുന്നു, നമ്മൾ ഇറക്കാൻ രക്ഷിക്കുന്നു. ഇങ്ങോട്ടാണ് ഗൈസ്. ഞാൻ ഇവിടം വരെ ആയിട്ട് പോയിട്ടുള്ളൂ ഗൈസ്. നമുക്ക് ബാൻഡേജ് വേണം. അത് അവൻ്റെ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് റെസ്ക്യൂ ചെയ്യാം അവനെ. ഓക്കെ, ഒരാൾ പോലും ഇല്ലെങ്കിൽ സീനാണ്. പക്ഷെ നമ്മൾ ഡേ 3 ആയിട്ടുണ്ട്. ഇവിടെ സീനില്ല ഗൈസ്. ഇവിടെ കുറുക്കനൊക്കെ ഉണ്ട്. അയ്യോ, കുറുക്കന്മാർ ഇഷ്ടം പോലെ ഉണ്ട്. ഐസിന് കോണേറി വന്ന് തോന്നുന്നു. മണ്ടയാന്ന് തോന്നുന്നു ഐസ്. ഓക്കെ, സംതിങ് ഈസ് എമർജിങ് ഫ്രം ദ പോൺസ്. ഓക്കെ, ഞാൻ ഈ അടിക്കുന്നുണ്ട്. റിവ്യൂ ചെയ്യുന്നു. മെഡിക്കറ്റ്. നീയുടെ ബാൻഡേജ് റിവ്യൂവോ? ഇത് പൈസ കൊടുക്കണം റിവ്യൂ ചെയ്യാൻ. പിന്നെ പൈസ തരാമെന്ന്. ഓക്കെ, എനിക്കറിഞ്ഞൂടാ. ബാൻഡേജിൽ ഞാൻ ടൈപ്പ് ചെയ്യണം. ഓക്കെ, ബാൻഡേജ് അവിടെ കിടപ്പുണ്ടെന്ന്.
ഈ അടിക്കുക പാൻറ് എടുക്കുക റിവ്യൂ ചെയ്യുക. പെട്ടെന്ന് ഓക്കെ നമ്മൾ റിവ്യൂ ചെയ്യുന്നുണ്ട്. ഇരിക്കൂ. ഓ ഓ നമ്മൾ ഇറക്കി ചേസ് കൊള്ളാടേ. താങ്ക്സ് എന്ന്. ഓക്കെ കുഴപ്പമില്ല. ഓക്കെ നമ്മൾ അവനെ റെസ്ക്യൂ ചെയ്തത്. ഇനി മോട്ടറിൽ പോണ്ടേ, താഴോട്ട് ഇറങ്ങണ്ടേ. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കി. ഇതിവിടെ കളക്ട് ചെയ്തേക്കാം. നമുക്ക് ഗുഡ്സ് സാക്കിൽ എടുത്തു വെക്കാം. ഇവിടെ എടുത്തു വെക്കാം. ഓക്കെ ഇവിടെ എന്തോ ഒരു പെട്ടി ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ തുറന്നു നോക്കട്ടെ. പെട്ടി അടിച്ച് ഓപ്പൺ ആക്കി നോക്കാം നമുക്ക്. നൈസിന് എല്ലാം കിട്ടിയത് തന്നെ അത് പെട്ടിന്ന്. എനിക്കൊന്നും കിട്ടില്ലേ? എനിക്കൊന്നും കിട്ടിയില്ല. ഇതിന് പിന്നെ പെട്ടി പറഞ്ഞതിനാ? എനിക്ക് പെട്ടി ഒന്നും കിട്ടില്ല. ഇപ്പൊ പെട്ടെന്ന് തന്നെ ബേസിലോട്ട് പോകണം ഗൈസ്. നൈറ്റ് ആയാൽ ഞാൻ തീർന്ന്. അയ്യോ കുറുക്കൻ കുറുക്കൻ. എന്റെ ഹെൽത്ത് പകുതിയും പോയി. ഓടാ. ഞാൻ നേരെ ബേസിലോട്ട് ഗൈസ്. ഇവന് ചത്താലും കുഴപ്പമില്ല, ഒരു റെസ്ക്യൂ ആക്കി. ഇനി എനിക്ക് അവനെ പൊക്കാനൊന്നും നോക്കത്തില്ല ഗൈസ്. ഞാൻ എൻ്റെ ജീവനും കൊണ്ടാണ് ഞാൻ ഓടുന്നത്. എനിക്ക് പേടിയാവുന്നു, സത്യം പറയാൻ എനിക്ക് പേടിയാവുന്നു. ഓക്കെ ഈ ഒരു ക്യാരറ്റ് എടുക്കാം. പിന്നെ ഇവനെ മാക്സിമം തല്ലിക്കൊല്ലാം ഗൈസ്, റാബിറ്റിനെയൊക്കെ. ഗൈസ് ഇപ്പൊ ഫുഡ് ഒട്ടുമില്ലായിരിക്കണം നമുക്ക്. പിന്നെ ഞാൻ അങ്ങനെ തന്നെ ഗൈസ് ചെയ്യുന്നത്. ഞാൻ കുക്ക് ചെയ്താണ് ഫുഡ് എടുത്ത് തിന്നുന്നത്. ഓക്കെ എനിക്ക് തോന്നുന്നു ഇപ്പം നൈറ്റ് ആവും. അതിന് മുന്നേ നമുക്ക് നേരെ നമ്മുടെ ബേസിലോട്ട് പോകാം. ഓക്കെ ബാൻഡേജും. ഇവിടെ ബാൻഡേജ് ഉണ്ടോ? ബാൻഡേജ് ഉണ്ട്, കോളുണ്ട്. നമ്മളതും എടുത്ത് നമ്മൾ നേരെ നമ്മുടെ ബേസിലോട്ട് തെറിക്കുന്നു. ഓക്കെ അവൻ അങ്ങ് നിൽക്കുമ്പോൾ വരുമെന്ന് വന്നു. ഇപ്പം നൈറ്റ് അവിടെ എനിക്ക് പേടിയാവുന്നു. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കണ്ടേ. റാബിറ്റ് നമ്മുടെ ക്യാമ്പിലാണ് നിൽക്കുന്നത് അവൻ. ഞാൻ ഓടിച്ചിട്ട് കുക്കഡ് മോൺസ്റ്റർ നൈറ്റ് സപ്പോർട്ട് ചെയ്യും. അയ്യോ ഇതുവരെ നമ്മുടെ മോൺസ്റ്റർ നമ്മളെ പിടിക്കാൻ വന്നിട്ടില്ല. വേറെ ആരും നമ്മുടെ ബേസിലോട്ട് വന്നിട്ടില്ല ഗൈസ്. അത് നല്ല കാര്യമാണ്. നൈറ്റ് ആവാൻ വേണ്ടി ഈ മരം നോട്ടിക്കോട്ടെ ഗൈസ്. നൈറ്റ് ഇപ്പം ആവും ഗൈസ്. നൈറ്റ് ആവുന്നു. എടാ അയ്യോ എങ്ങനെയായിരുന്നു കളക്ട് ചെയ്യുന്നത്? അയ്യോ ഞാൻ തിരിച്ച് പോയിച്ചപ്പോൾ എനിക്ക് പേടിയായി. ഓക്കെ നമ്മുടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഓക്കെ നമ്മളങ്ങനെ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് ഇത്രേ കാണത്തുള്ളൂ. നമ്മുടെ ചെറുക്കൻ സമ്മർ ഡീപ്പ് ഇൻ ദ ഫോറസ്റ്റ്. നമ്മൾ അയ്യോ ഞാൻ സ്കിപ്പ് അടിച്ച്. ഓക്കെ നമ്മുടെ ചെറുക്കൻ ഏതൊരു റൂമിലാണ്, ഏതോ റൂമിൽ പെട്ടിരിക്കുകയാണ് നമ്മുടെ ചെറുക്കൻ. ഓക്കെ അവനെയാണ് നമുക്ക് റെസ്ക്യൂ വേണ്ടി. ഇവിടെ ഫോട്ടോയൊക്കെ ഉണ്ടായതുകൊണ്ട് അതാണ് നമ്മൾ ചെയ്യേണ്ടത് മെയിനായിട്ട്. ഓക്കെ ഇവിടെ ഞാൻ എന്തോ വരയ്ക്കുന്നുണ്ട്. വരച്ചപ്പോൾ എന്തോ ഇവിടെ പൊങ്ങി വരുന്നുണ്ട് കൂരാണത്. എനിക്കറിഞ്ഞൂടാ. നമ്മളെന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് എൻഡാക്കാൻ പോകണം. നമ്മളങ്ങനെ ഏതാണ്ട് കുറച്ച് ദിവസം സർവൈവ് ചെയ്തിട്ടുണ്ട്. ഡേ 3 വരെ ആയിട്ടുണ്ട്. ഡേ 4 ആവും ഉടനെ തന്നെ. എനിക്കറിഞ്ഞൂടാ. ഓക്കെ നമ്മളെന്തായാലും ഇനി കളിക്കും ഗൈസ്. അടുത്തൊരു വീഡിയോ കാണാം, അടുത്ത എപ്പിസോഡിൽ കാണാം. ഇതിൻ്റെ ബാക്കി ഞാൻ എന്തായാലും കുറച്ചുകൂടെ കളിക്കുന്നുണ്ട്. അടുത്ത എപ്പിസോഡ് ഇനി എന്താകുമെന്ന് ഞാൻ നാളെ കാണിച്ചു തരാം ഗൈസ്. എന്തായാലും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഗൈസ്.